ധൃതി പിടിക്കരുത് ഓണസദ്യ തരാം. എല്ലാവർക്കും ഓണസദ്യ കിട്ടുന്നതായിരിക്കും. ആരും ധൃതി പിടിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, സംയമനം പാലിക്കുക. എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് നീക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇനി എന്ത് വിളമ്പാനുള്ള പായസം വിളയുക. നീക്കി വെച്ച് കൊടുക്കും ഓരോ നീക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇല കടിച്ചു കൊടുക്കും. അവക്ക് ആദ്യം പാർവതിക്ക്, അല്ലെങ്കിൽ അവള് നിന്റെ ചോറ് തീരുന്നില്ല. അവള് ഇഞ്ഞാ കുടിക്കാൻ പോയി. നിന്റെ ചോറ് തിന്നു പിന്നെ ഇഞ്ഞാ കുടിക്കാം. അവള് ഇഞ്ഞാ പോയി. ഓണസദ്യ ഇത് ഞങ്ങളുടെ പാർവതി. പാർവതി. ഇത് നന്ദിനി. പാർവതിയുടെ ചോറ് അവള് തിന്നതിന് ശേഷം നന്ദിനികളെ തിന്നെയാണ്. നടവനാണ് നന്ദു, ഞങ്ങളുടെ നന്ദുക്കുട്ടൻ. ഇത് ഞങ്ങളുടെ യമുന. അവരമ്മയും മോനെ 2 മക്കളുമാണ് ഇവിടെ സേണിക്കുന്നത്. അമ്മ യമുനയുടെ മോളെ 2 പേരുമാണ്. ഞാനിനി ഇതാണ്ട് അവള് ഗംഗ, അവള് പാറു. അതിനപ്പുറത്തേക്കുന്ന കുട്ടൂസ്. അതിനപ്പുറത്തേക്കുന്നവള് നാരായണി. കാരണം ഇല ആദ്യം തിന്നേണ്ടതാ. അതെന്തായാലും ഇല ആദ്യം തിന്നില്ല. എല്ലാരും ലാസ്റ്റിലാണ് എല്ലാം തിന്നുന്നത്. അവർക്കറിയാം. ഒരുത്തി ഗംഗയുടെ പണിയുണ്ടോ. അവൻ ചോറ് ഇട്ടിട്ട് ഗംഗ ചോറ് ഇവിടെ നാണ്ട നിന്റെ അമ്മച്ചി തിന്നുവാ നിന്റെ ചോറ്. അവന് ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി പാല് കുടിക്കാൻ പറ്റുമെന്ന് അവള് തോന്നുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ ഓണസദ്യക്ക് ശേഷം തന്റെ ഇലയും ചാപ്പിട്ടിരിക്കുകയാണ്. എല്ലാരും ലാസ്റ്റിൽ മാത്രമാണ് ഇല എടുത്തിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് മാത്രമാണ്. എന്താ പറ്റുന്നത്? സാധാരണ ഓണത്തിനൊക്കെ അവര് ഇല പകുതിക്കോ ഇല അങ്ങ് ചാപ്പിടും. നന്ദു ഇങ്ങോട്ടോ, നിന്റെ ഇടയ്ക്ക് പാല് കുടിക്കാമോ? ആള് വിശന്ന ഗംഗയ്ക്ക് വേണ്ട മോളെ. ഇത് തന്നെ നന്ദു, ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഓണസദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞ് എന്താ പറ്റി? ഇല നശിപ്പിക്കണ്ടെന്ന് കരുതിയത്. ആരും ഇല തിന്നുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവർ.